മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടരെ 3 സിനിമകൾ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ നായക നടൻ മോഹൻലാലാണ്. മലയാള സിനിമയിൽ ആദ്യമായി 50 കോടി ആര് നേടും എന്നുള്ള കഴിഞ്ഞ വർഷത്തെ ഒന്നും ചർച്ചയിൽ മോഹൻലാൽ വന്നിട്ടേയില്ല. കാരണം മമ്മൂട്ടിയോ അല്ലെങ്കിൽ പൃഥ്വിരാജ് കുമാറിനോ ഒക്കെ ആയിരിക്കും ആ ലിസ്റ്റിൽ വരിക എന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു. എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ച് തുടരെ 50 കോടി നേടാൻ വെറും 6 മാസമേ വേണ്ടി വന്നുള്ളൂ. 2025 മാർച്ച് മാസം റിലീസായ എമ്പുരാൻ, ഏപ്രിലിൽ റിലീസായ തുടരും, ഓഗസ്റ്റിൽ റിലീസായ ഹൃദയപൂർവ്വം, ഈ 3 സിനിമകളും തുടരെ 50 കോടി ക്ലബിലേക്കാണ് മോഹൻലാൽ അടിച്ചു കയറ്റിയത്. മോഹൻലാൽ 50 കോടി ക്ലബിൽ കയറിയത് മാത്രമല്ല ആ സിനിമകളുടെ പ്രത്യേകത. 250 കോടിയും 200 കോടിയും 75 കോടിയൊക്കെ നേടിയാണ് ആ സിനിമകൾ ഫൈനൽ കളക്ഷൻ അവസാനിപ്പിച്ചത്. അത് മോഹൻലാലാണ്. അദ്ദേഹത്തിന് മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതൊക്കെ നിസ്സാരമായ കാര്യവുമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ബോക്സ് ഓഫീസ് പെർഫോമൻസ് നമുക്ക് അറിയാവുന്നതാണ്, ഫാൻഡം നമുക്ക് അറിയാവുന്നതാണ്, ഫാമിലി സപ്പോർട്ട് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും ഹാട്രിക് 50 ക്രോർ മോളിവുഡിൽ നിന്ന് നേടുക? ആ ഒരു ചർച്ചയിലും പൃഥ്വിരാജും മമ്മൂട്ടിയൊക്കെ തന്നെയാണ് വരേണ്ടത്. കാരണം നിലവിൽ അവരുടെ ഒരു മൂവി സെലക്ഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ എവിടെയും ഇല്ലാത്ത മറ്റൊരാളാണ് ആ ഒരു നേട്ടം നേടിയത്. അത് വേറെ ആരുമല്ല, ലാലേട്ടന്റെ മകനായ പ്രണവ് മോഹൻലാലാണ്. പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം കരിയറിൽ ആകെ 5 സിനിമകളാണ് നായകനായി അഭിനയിച്ചത്. 2018 അദ്ദേഹം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് തന്നെ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായി 2022 വന്ന ഹൃദയം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. കോവിഡ് കാലത്ത് ആയതുകൊണ്ട് തന്നെയാണ് അതിന്റെ കളക്ഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 കോടിക്ക് മുകളിൽ നിന്ന് പോയത്. ഒരു പക്ഷേ അല്ലാതൊരു സമയത്താണെങ്കിൽ 100 കോടിക്ക് മുകളിൽ നേടേണ്ട ഒരു സിനിമയായിരുന്നു ഹൃദയം. പിന്നെ 2024 റിലീസായ വർഷങ്ങൾക്ക് ശേഷം സമ്മിശ്ര പ്രതികരണമായിരുന്നെങ്കിലും സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ 85 കോടിയോളം രൂപ കളക്ഷൻ നേടി. പിന്നെ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ റിലീസാവുന്നത്. ഡിയർ ഹീറോ ആദ്യ ദിവസത്തെ കളക്ഷൻ തന്നെ 10 കോടിക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. ഉറപ്പായും സിനിമയുടെ ആദ്യ ആഴ്ചയിലെ കളക്ഷൻ തന്നെ 50 കോടിക്ക് മുകളിൽ ഉണ്ടാവുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ആ ഒരു രീതിയിലുള്ള റെസ്പോൺസും ബുക്കിങ്ങും ഒക്കെയാണ് സിനിമയ്ക്ക് നടക്കുന്നത്. എന്തായാലും ഈ റെക്കോർഡ് മോഹൻലാലും അത് കഴിഞ്ഞ് പ്രണവ് മോഹൻലാലും നേടിയിരിക്കുകയാണ്. കുറഞ്ഞ പക്ഷം പ്രണവ് മോഹൻലാലിന്റെ കാര്യം എടുത്താൽ ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡിലെങ്കിലും മോഹൻലാലിന് ശേഷം കയറി പറ്റുന്ന മലയാള നടനായി എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. ഡിയർ ഹീറോ 100 കോടി ക്ലബിൽ എത്തിയാൽ അതും വലിയ നേട്ടമാണ് പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച്. കാരണം മലയാള സിനിമയിലെ മറ്റൊരു നായക നടനും ഇൻഡസ്ട്രിയിൽ വന്ന് ആദ്യത്തെ 5-6 സിനിമകൾ കൊണ്ട് ഈ നേട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാം.